വിദേശി ഡോക്ടർമാരും എഞ്ചിനീയർമാരുമടക്കമുള്ളവർ രാജ്യത്തിന്റെ വികസനത്തിന് വഹിച്ച പങ്കിനെക്കുറിച്ച് താൻ ബോധവാനാണെന്ന് മന്ത്രി പറഞ്ഞു. അതേസമയം ഒമാനികൾക്ക് ചെയ്യാൻ സാധിക്കുന്ന ജോലി വിദേശികൾക്ക് നൽകുന്നതാണ് പ്രശ്നം. 35% സ്വദേശിവൽക്കരണം പൂർത്തിയാക്കാത്തത് മന്ത്രാലയത്തിന്റെ കമ്പനിയുമായുള്ള സൗഹൃദത്തെ ബാധിക്കുമെന്നും മന്ത്രി പറഞ്ഞു. വിദേശ ഉടമസ്ഥതയിലുള്ള കമ്പനികൾ പലതും സ്വദേശിവൽക്കരണ തോത് പാലിച്ചിട്ടുണ്ട്. സ്വദേശി ഉടമസ്ഥതയിലുള്ള കമ്പനികളാണ് ഇത് പാലിക്കാത്തത്. കമ്പനികളുടെ ഉയർന്ന മാനേജ്മെന്റ് തസ്തികകളിൽ ഉള്ളവരുടെ സാമൂഹിക ഉത്തരവാദിത്തമാണ് സ്വദേശിവൽക്കരണമെന്നും അൽ-സുനൈദി പറഞ്ഞു. ഓരോ കമ്പനികളുടെയും സ്വദേശിവൽക്കരണ തോതും പാലിച്ചതിന്റെ കണക്കുകളും പ്രസിദ്ധപ്പെടുത്താൻ ആലോചനയുണ്ട്. നിലവിലെ സാമ്പത്തിക പ്രതിസന്ധിയുടെ സാഹചര്യത്തിൽ കമ്പനികളിലെ അധിക സമ്മർദ്ദം ഒഴിവാക്കുന്നതിനായി ഈ തീരുമാനം നീട്ടുകയാണെന്നും മന്ത്രി പറഞ്ഞു. 1988 സ്വദേശിവൽക്കരണ നയത്തിന് തുടക്കമായത്. 2010 കുറഞ്ഞത് 35% സ്വദേശിവൽക്കരണം എന്ന തലത്തിലേക്ക് ഉയർത്തി നയം പുനരവലോകനം ചെയ്തത്. നിർമ്മാണ മേഖലയടക്കം ചില മേഖലകളിലെ പല കമ്പനികളും കുറഞ്ഞ സ്വദേശിവൽക്കരണം മാത്രമാണ് കൈവരിച്ചിട്ടുള്ളത്. തൊഴിൽ പരിശീലന പദ്ധതികൾ നടപ്പിലാക്കുന്നതിലൂടെ മാത്രമേ ഇത് കൈവരിക്കാൻ സാധിക്കുകയുള്ളൂ എന്നും മന്ത്രി പറഞ്ഞു. മീഡിയ 1 മസ്കത്ത്.